ഹായ് എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് ഇതേപോലെ ഒരു സൈക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇനിയിപ്പോൾ കാണാനും പോവില്ല. അത് ഇങ്ങനെ മെല്ലെ മക്കളെ ഇതൊന്ന് പിടിച്ചാടാ ഇങ്ങോട്ട് വന്ന്. അതേ നമ്മുടെ മിടുക്കരായിട്ടുള്ള മക്കളാണ് ഇത് ഉണ്ടാക്കിയുള്ളതെന്ന് സ്റ്റാൻഡിൽ വെച്ച ഈ ഒരു വണ്ടി ഉണ്ടല്ലോ. ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു സൈക്കിൾ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ സൈക്കിളിന് ഉള്ളതെന്ന് ആദ്യം ഒന്ന് പറഞ്ഞേ. നമ്മുടെ ഇതിൽ ഒരു സീറ്റ് ബെൽറ്റ് ഉണ്ട്, പിന്നെ ഒരു സ്പീഡ് സെൻസിങ്, ആൽക്കഹോള്, പിന്നെ വൈറ്റ് ലൈൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് IR സെൻസേഴ്സ്, പിന്നെ ഉറക്കത്തിന്റെ മൊബൈൽ ഡിറ്റക്ഷൻ്റെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വണ്ടി കൂടെ നടക്കുന്ന പറയണത്. ഓക്കെ, അതായത് ആദ്യം ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞേ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ബാറ്ററി ഇതിന്റെ ഉള്ളിലാണ്. പിന്നെ അതിന് മേലെ നമ്മൾ സോളാർ വെച്ചിട്ടുണ്ട്. സോളാറിൽ നിന്ന് പവർ ചാർജ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി ബാറ്ററി. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം നമ്മളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഹബ് മോട്ടർ വരുന്നത്. ഈ മോട്ടറാണ് ആ മോട്ടറാണ് ഈ കിട്ടുന്ന പവർ സപ്ലൈ വെച്ച് നമ്മൾ ഇലക്ട്രിക് സൈക്കിൾ ആണല്ലോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സൈക്കിൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മോട്ടർ വെച്ചേക്കുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോളർ. പിന്നെ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, റാസ്ബെറി പൈ. എന്നിട്ട് റാസ്ബെറി പൈ അതെന്തിനാ? അതെന്ന് പറയുമ്പോൾ നമുക്ക് മെഷീൻ ലേണിംഗും കാര്യങ്ങളൊക്കെ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഹെവി പ്രോസസ്സറാണിത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ബോർഡ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ. നമുക്ക് ഇതിൽ എന്ത് റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ ഫസ്റ്റ് കാണിക്കും. ഓക്കെ, അപ്പോൾ വയലേറ്റ് ചെയ്യാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതായത് ആദ്യം തന്നെ ഇവിടെ സീറ്റ് ബെൽറ്റ്. ഇതെന്തിനാ? സീറ്റ് ബെൽറ്റ് നമ്മൾ ഇട്ട് ഓണാക്കാനും ഓഫ് ആക്കാനും നമുക്ക് ഇതിലൊരു സെൻസർ വെച്ചിട്ടുണ്ട്. ഈ സെൻസർ വഴി ഇട്ടിട്ടുണ്ടോ ഇല്ലോ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും 3 വട്ടം ഒരു വയലേഷൻ പോലെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലാന്ന്. എന്നിട്ടും അവരത് സീറ്റ് ബെൽറ്റ് ഇടാതെ തന്നെ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു മെയിൽ ID കൊടുക്കാൻ പറ്റും. റാസ്ബെറി പൈയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ആ മെയിൽ IDയിലോട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, അതായത് ഇന്ന റൂള് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള 6 ഉണ്ടല്ലോ, ഈ 6 എണ്ണത്തിന്റെ മെസ്സേജസ് എന്ത് തെറ്റ് കാണിച്ചാലും ഇവിടെ വരും. പിന്നെ അത് എവിടേക്ക് പോകും? അത് നമുക്ക് ഇതിലൊരു മെയിൽ ID സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഹയർ അതോറിറ്റി രീതിയിലേക്ക് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് റെക്കഗ്നൈസ്. അതായത് നമ്മുടെ കുഴി നമ്മൾ തന്നെ തോന്നണ പോലെയുള്ള ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതൊരു സൈക്കിളാണ്, ഇതിന്റെ ഒരു മോഡലാണ് ഉണ്ടാക്കിയത്. ഇത് ഏതൊക്കെ വണ്ടികളിൽ ചെയ്യാം? നമുക്ക് ഇത് എല്ലാ വണ്ടികളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളൊരു ഇലക്ട്രിക് സൈക്കിൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഒരു 12 വോൾട്ട് ബാറ്ററിയാണ് നമുക്ക്. പക്ഷേ ഇത് റാസ്ബെറിക്ക് വേണ്ടത് ആകെ ഒരു 5 വോൾട്ട് മതി. അത്ര മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതാണ് ബക്കൺ. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് പറഞ്ഞേ? അടുത്തതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ആൽക്കോഹോൾ ഡിറ്റക്ഷൻ. ഇതാണ് ആൽക്കോഹോൾ സെൻസർ. ഈ സെൻസർ ആൽക്കോഹോളിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇതിൽ നമ്മൾ മദ്യപിച്ചിട്ട് വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇതില് പ്രസൻസ് കിട്ടും ആൽക്കോഹോളിന്റെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലേക്ക് നമ്മൾ പവർ ഡയറക്റ്റ് ഇഗ്നിഷനിലേക്ക് കൊടുത്തിടും. ഇത് നേരത്തെ മെയിൽ IDയിൽ പോയിട്ട് അതോറിറ്റിയിലേക്ക് പോകും. അപ്പൊ ഇനി കള്ളന്മാർക്കൊന്നും ഒരു പണി നടക്കില്ല കേട്ടാ. വയലേഷൻ വരാവുന്ന ഒരു പരിപാടി നടക്കില്ല. ഇനി അടുത്തെന്ന് പറയുന്നതാണ് നമ്മുടെ സ്പീഡ് സെൻസർ. ഇതിപ്പോ തൽക്കാലം നമ്മളിപ്പോ ചെറിയൊരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കും. ശരിക്കും വരുന്ന സമയത്ത് നമുക്കിത് കുറച്ചുകൂടെ നല്ല എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതിലെന്ന് പറയുമ്പോൾ സ്പീഡ് ലിമിറ്റ് നമുക്ക് റൈഡിങ്ങിന്റെ ഇടയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ മാക്സിമം വരെ വെച്ചേക്കുന്നത് 30 വന്ന ഓവർ സ്പീഡാണ് സൈക്കിൾ അല്ലേ. ഓക്കെ, ഇനി അടുത്തത് പിന്നെന്ന് പറയുമ്പോൾ ഇത് രണ്ടാണ് IR സെൻസർ. ഇതെന്തിനുള്ളതാ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡിലൊക്കെ വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, അതപ്പോൾ നമ്മൾ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് 2 സൈഡ് ഉണ്ടല്ലോ, രണ്ടാമത്തെ സൈഡിൽ കൂടെ നമുക്ക് ഇത്ര ടൈം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിൽ അത് ഓവർടേക്ക് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ റൂൾ വയലേറ്റ് ചെയ്തോലോ. അതിന് നമ്മളൊരു 10 സെക്കൻഡ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 10 സെക്കൻഡ് കഴിഞ്ഞിട്ടും തിരിച്ച് റൂട്ടിലോട്ട് ആലോചിച്ച് നോക്കി. പണ്ട് കാലത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സായിപ്പ്മാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്കാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ട ഈ മിടുക്കരായിട്ടുള്ള മക്കളാണെങ്കിൽ ഒരു സൈക്കിളിൽ ഇത്രയും സാധനം, എനിക്ക് തോന്നുന്നു ഇത് KSRTC അതേപോലെ തന്നെ ഏത് വണ്ടിയിലും വെക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ തന്നെയല്ല, ഇത് RTOയ്ക്കും നമ്മുടെ എന്താ പറയുക എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടല്ലേ ഈ സാധനം. ഇത് എത്ര സമയം എടുത്തു? ഇത് ഏകദേശം 2-3 മാസം നമ്മൾ എടുത്തു. സമയം എടുത്തു ഇത് ചെയ്യാനായിട്ട്. ഇത് ചെലവ് വന്നിട്ടുണ്ടാവും ഒരു 30,000-35,000. അതെ അല്ലേ. ഇത് എന്നിട്ട് ഒരു കറുത്ത ബോർഡ്. ഇതെന്ന് പറയുന്നതാണ് നമ്മൾ ഇതിനുള്ളിൽ ബാറ്ററി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ബാറ്ററിയുടെ പവർ കാണിക്കുന്നത് ഇതിലാണ്. ഇതിപ്പോ 4 പവർ ആണെങ്കിൽ ഫുൾ പവർ അങ്ങനെ കുറയുന്നതിനനുസരിച്ച് കാണിക്കാൻ പറ്റും. ഇതെന്തൊരു സാധനം? വള്ളി പോലെ നമ്മുടെ ക്യാമറ. ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം, ഡ്രൗസിനെസ് ഇല്ലേ, നമ്മുടെ കണ്ണ് ഡിറ്റക്ട് ചെയ്തിട്ട് ഉറക്കം വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ പിക്ചർ ക്യാപ്ചർ ചെയ്യും. അതുപോലെ ഡ്രൈവിംഗിനിടയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ പിക്ചറും ക്യാപ്ചർ ചെയ്യും. എൻ്റെ ദൈവമേ, നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു നാളെ ലോകം മുഴുവൻ കീഴടക്കാൻ പോകുന്ന. ഇനിയിപ്പോ ഈ ബാറ്ററി ഇതിന്റെ ഉള്ളിലാ. അപ്പൊ ഇതെന്തിനാ? സോളാർ വഴി നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ 10 പൈസ ചെലവില്ലാന്ന്. ഓക്കെ, എന്തായാലും ഭയങ്കര കണ്ടുപിടുത്തമായിട്ട്. അപ്പൊ എന്തായാലും ചിറ്റലപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജിലാണ് അല്ലേ, മിടുക്കരായിട്ടുള്ള മക്കളാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സാധാരണ സൈക്കിളിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കുറെ വയറിങ് കുറെ ബോർഡും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ പറ്റി എന്താ നമുക്ക് പറയാറില്ലെങ്കിലും അവർക്കറിയാൻ പേരെന്ന് പറഞ്ഞേ. ഇവിടെ ഇത് തന്നെയല്ല, ഇവിടെ കുറേ സംഭവങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഈ വയർ എങ്ങനെ വന്ന് ഇതൊക്കെ ഒറിജിനൽ നമുക്ക് ഞാൻ ചോദിക്കണത് ഏതൊരു സംഭവത്തിലായാലും ഇലക്ട്രോണിക് സാധനത്തിലായാലും ഇതേപോലത്തെ സാധനങ്ങളൊക്കെ തന്നെയാണോ? അതെ,
അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ നോക്കിയാ ഇത് മൊത്തത്തിലൊന്ന് പൊതിഞ്ഞ് നല്ല ഭംഗിയൊക്കെ ആക്കി വരുമ്പോഴാണ് ഈ സാധനത്തിന് പറഞ്ഞ വിലയും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ? ഓക്കെ, എന്തായാലും വളരെ നന്ദിയുണ്ട്. ഈ ഒരു സാധനം കാണാനും പരിചയപ്പെടുത്താനും പറ്റിയത് ഭയങ്കര ഇതുണ്ട്. എത്ര കിലോമീറ്റർ സ്പീഡ് വരെ പോകുന്നത്? ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റർ വരെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 30 കിലോമീറ്റർ വരെ അല്ലേ? ഇതിപ്പോ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ RTO ആയിട്ടോ അങ്ങനെ ആരെങ്കിലും ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അല്ല, ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു MVDക്ക് ഉണ്ട് അല്ലേ? ഒരു പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി എത്തിക്കുക. ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്ര. ഇത് ലേറ്റ് ഉണ്ട്. ബ്രേക്ക് ഇതെന്തത്? അത് ബ്രേക്കാണ്. ബ്രേക്ക് ഇതും ബ്രേക്കാണ്. അപ്പൊ എത്ര ബ്രേക്ക് ഉണ്ട് ഇതിന്? 2 ബ്രേക്ക് ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും വളരെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് മോഡ് രീതിയിലുണ്ട് ഇതില്. അതെന്തിനാ? ലോ, മീഡിയം, ഹൈ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെഹിക്കിളിന്റെ പവറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മോട്ടറിൽ ഈ മോട്ടറിൽ തന്നെ അതും പറ്റൂലേ? പറ്റും. സംഭവമൊക്കെ എടുക്കാച്ചി ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബോർഡ് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് അലറാൻ തരും. ഇതിൽ എഴുതി കാണിക്കും. എഴുതി കാണിക്കുകയാണ് ചെയ്യുക. നമ്മള് വയലേറ്റ് ചെയ്തേനെ. ആദ്യം എഴുതി കാണിച്ചതിന് ശേഷം മെയിൽ ഐഡിയിലേക്ക് ആ മെയിൽ ഐ ഡി നേരെ RTOയിലേക്ക് പോകും. അത് നമുക്ക് ആർക്കാന്ന് വെച്ചാൽ ഹയർ അതോറിറ്റി കൊടുക്കാണെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഏത് മെയിൽ ഐ ഡി സെറ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും ഈ സർവീസ് ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ സർക്കാരിനോ അല്ലെങ്കിൽ എന്താ പറയുക കുറെ ട്രാവൽ ഏജൻസി ഉള്ള ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അറിയില്ലല്ലോ, ഇത് ഇവർ കൊണ്ടുപോയി എന്താ ചെയ്യണത് ഏതാണെന്ന് അറിയില്ല. പക്ഷെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ മൊബൈലിൽ അറിയാൻ പറ്റും ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അറിയാൻ പറ്റും. മൊബൈലിലേക്ക് മെയിൽ വരാം, അല്ലെങ്കിൽ നമുക്ക് മെയിൽ സിസ്റ്റം ഏതിലാണോ ഓപ്പൺ ചെയ്യണം. ഈ വണ്ടി ആരും കട്ടൗണ്ട് പോയാൽ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. എന്തായാലും വളരെ സന്തോഷം. ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.